ഓക്കെ ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. ആ ചാൻസ് തരാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. എന്തായാലും പൂജ മനോഹരമായിട്ട് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചില്ല പഞ്ച എന്തൊരു ആൾക്കാരായിരുന്നു പൂജയ്ക്ക്. അപ്പൊ പൂജ കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം നമുക്കൊരു സീൻ എടുക്കണം, ഒരു ഷോട്ടെങ്കിലും ഇന്ന് എടുക്കണം. അപ്പൊ നമുക്കിപ്പോ എന്തെടുക്കേണ്ടത്? നമുക്കൊരു ഫുൾ എടുക്കാൻ എന്നിട്ട് രണ്ടാക്കാം. ആ പൂജ കഴിഞ്ഞാലേ ഒന്ന് ആഘോഷിക്കണ്ടേ? ഒരു ഫുൾ എടുത്ത് രണ്ടാക്കിയിട്ട്. എന്റെ സാറെ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, പുള്ളി എന്താണ് നമുക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അറിയാം. 2 കോടി രൂപ. 2 കോടി രൂപ കണ്ണുടച്ചാൻ ഇങ്ങോട്ട് തരണത്. അതാണ് പറഞ്ഞത്. തനിക്ക് വന്നേ കണ്ണുടച്ച ആള് രൂപ ഇറക്കിയാ അത് കണ്ണുടച്ചിട്ട് നമ്മൾ അങ്ങ് എടുത്തേക്കണം, കണ്ടില്ലാന്ന് വെച്ച്. അതാണ് സിനിമ. അങ്ങനെയാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് നായകനാകണമെന്നും പറഞ്ഞ് എന്റെ അടുത്ത് കൊണ്ടുവന്ന് 2 കോടി രൂപ തരുമോ? അപ്പൊ നമ്മൾ തകർക്കും. നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ട് പോയാൽ പിന്നെ അയാളൊരു മന്നിപ്പ നായകനായിട്ട് അഭിനയിച്ചോളും, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു കൊടുക്കണോ അല്ലെങ്കിൽ ചെയ്താൽ മതി. അത് മതി, എന്റെ കൂടെ അങ്ങ് നിന്നാ മതി. ഞാൻ നിൽക്കും. ഓക്കെ ആണല്ലോ, ഉറപ്പാണ്. മറ്റേ ഈ ഡാൻസിന്റെ മറ്റേ പുള്ളി പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു, ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഡാൻസിന്റെ മറ്റേ ചൊറിയാൻ ജാഫർ. ചൊറിയാൻ ജാഫർ അല്ല, കൊറിയോഗ്രാഫർ. പുള്ളി പറഞ്ഞ് 2 കോടി മുടക്കുമ്പോ ഇങ്ങനെയൊക്കെ വരുന്നത്. അത് ഞാൻ വിളിക്കുമ്പോ ഡാൻസിന്റെ സീനൊന്നും എടുക്കുന്നില്ല. ഇല്ലല്ലേ, ആവശ്യമില്ല. അപ്പൊ നമുക്ക് രാവിലെ ഷൂട്ടിംഗ് തുടങ്ങാല്ല. ഒരു സീൻ ഞാൻ വേറെ ഡൗട്ട് ചോദിക്കട്ടെ. എന്താണ് സാർ? ഞാൻ തന്റെ കഴിഞ്ഞ പടത്തിന്റെ പൂജയ്ക്ക് ആ ലൊക്കേഷൻ ഈ പടത്തെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ പൂജാ സ്ഥലത്ത് വന്നായിരുന്നു. വന്നല്ലോ. ആ സമയത്ത് ആ ദിവസം ഉണ്ടെങ്കിലേ സൈഡിൽ ഇരിക്കുന്ന 3 പെണ്ണുങ്ങളില്ലേ, ആ 3 പെണ്ണുങ്ങളും ആ പൂജാ ദിവസം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സിനിമ കണ്ടപ്പോ ആ സിനിമയിൽ ആ പെണ്ണുങ്ങളില്ല. അവരല്ലേ പൂജയ്ക്ക് ഉണ്ടാകാറുള്ളൂ, സിനിമയിൽ ഉണ്ടാകാറ്. എങ്ങനെ? അവര് പൂജയ്ക്ക് ഉണ്ടാകാറുള്ളൂ, സിനിമയിൽ ഉണ്ടാകാറില്ല. 3 പേര്. ഓഹോ, അപ്പൊ ഇവരാണല്ലേ ഈ പൂജക്കെടുക്കാത്ത പുഷ്പങ്ങൾ? അല്ല അങ്ങനെയല്ല. അല്ല, എനിക്ക് സംഭവം അതിനെ കുറിച്ച് സംസാരിക്കാം. അത് കഴിഞ്ഞ് അങ്ങനെയല്ല സാറേ, നമ്മുടെ സിനിമയിൽ സാറിനോട് ഞാൻ കഥ പറഞ്ഞെങ്കിൽ ഞാൻ ആ പേര് എങ്ങനെയുണ്ട് മാറ്റിയ പേര്? അത് മാറ്റിയ പേര് ഏതാണെന്ന് പറയാം. കുളത്തിലെ കോഴി. പിന്നെ കൊളക്കോഴി എന്നിട്ടാ പോരെ? അല്ല, അതെ, നല്ലൊരു വെറൈറ്റിക്ക് വേണ്ടി കുളത്തിലെ കോഴി എന്നിട്ടാ. കോഴിയുടെ തലയും സാറിന്റെ ഉടലും, അതായിരിക്കും ഫസ്റ്റ് പോസ്റ്റർ. സംഭവം കയറി കൊളുത്തു, ഫേസ്ബുക്കിൽ കയറി കൊളുത്ത സാർ. പിന്നെ ഞാനിത് സീരിയസ് ആണെന്നാണല്ലോ പറഞ്ഞ സബ്ജക്ട്. എന്നോട് പറഞ്ഞു സീരിയൽ സംഭവം എന്ന് പറഞ്ഞു. സീരിയൽ അല്ല, സീരിയസ്. അത് പറഞ്ഞു സംഭവം ഞാൻ ഹ്യൂമർ ആക്കി ഫസ്റ്റ്. ആണോ? ഫസ്റ്റ് പോർഷനിലെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ കേട്ട് കഴിഞ്ഞാൽ ചിരിച്ചിരിച്ചെന്റെ പൊന്നെ. ഹലോ, തമാശ പറഞ്ഞില്ലല്ലോ ചിരിക്കാനായിട്ട്. ഞാൻ സാറിനോട് പറയാൻ പോകണം, അതിന് മുമ്പ് അങ്ങോട്ട് ചിരിച്ച് അവ സ്ക്രിപ്റ്റ് വായിച്ചായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ നായകനാണല്ലോ. സാറ് വന്നിട്ട് നായികയുടെ ഒരു തമാശ അങ്ങോട്ട് പറയുന്നത്. ആ തമാശ കഴിയുന്ന ഉടനെ നായിക സാറിനോട് തിരിച്ചൊരു തമാശ. നിങ്ങൾ നായകൻ കൂടി തമാശ പറഞ്ഞിരിക്കുമ്പോഴേ ഒരു ജീപ്പിൽ നായികയുടെ അച്ഛൻ വരികയാണ്. നായികയുടെ അച്ഛനെ കണ്ടത് സാർ അങ്ങോട്ടൊരു തമാശ. ഈ ജീപ്പിൽ ഇരുന്ന് ഈ തമാശ കേട്ട് പുള്ളി ചിരിച്ചിട്ട് ജീപ്പ് തന്നെ സ്റ്റാർട്ടായിട്ട് പോയാണ്. അവിടെ കയ്യടി വീട് തിയേറ്ററിൽ. എന്നാ തമാശ? ഹലോ, സംഭവം കൊള്ളാം, പക്ഷെ എന്താണ് ആ തമാശ? അല്ല, ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയുന്നു, അവര് തിരിച്ചു പറയുന്നത് എന്താണ് ആ തമാശ? എഴുതണം. ഞാനോ? ഞാനല്ല, ഞാൻ എഴുതണം. അപ്പൊ താനത് ഫുള്ളുണ്ട്, എല്ലാം സാധനം ഉണ്ടെന്നുണ്ടല്ലേ 2 കോടി എടുത്ത് ഞാൻ തിരക്കഥ എന്റെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? തിരക്കിട്ട് എഴുതിയപ്പോ ഞാനിത് വിട്ടുപോയി. ഇനിയിപ്പോ അത് എഴുതി ചേർക്കണം. അല്ല, അതവിടെ ഈ പുള്ളി ഇത്ര കുടഞ്ഞിട്ട് ചിരിക്കാൻ എന്ത് വരും? ഇത്ര അങ്ങോട്ട് ചിരിക്കാൻ എനിക്കറിയാം ഇതിലൊന്നുമില്ലെന്ന്. ഞാൻ കയറി ചിരിച്ചു. അതൊരു കോമഡി. അപ്പോൾ സാറേ, പിന്നെ ഇതിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ല, ഇതിൽ പാട്ടുണ്ട്, ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പിന്നെ 2 റേപ്പ് കൂടിയിട്ട്. ചുമ്മാ അല്ല, 2 കോടി അങ്ങോട്ട് കണ്ണു തള്ളി കിട്ടാൻ 4 റേപ്പ് വേണം. 4 റേപ്പ്. 2 ഉണ്ട്. നായിക ആരാന്നറിയാവോ? സന്ധ്യ. കാതൽ സന്ധ്യ? അല്ലല്ല, പിന്നെ ഇക്കിളി സന്ധ്യ. അവക്ക് ഇക്കിളാണെങ്കിൽ ഒരു പണി ചെയ്താൽ ഞാൻ ഒരു വകുപ്പ് പറഞ്ഞു. അതായത് ഇക്കിളും ഞാനും അക്കരെ പോയി, ഇക്കിളക്കരെ ഞാനിക്കരെ, ഇക്കിളും ഞാനും അക്കരെ പോയി, ഇക്കിളക്കരെ ഞാനിക്കരെ. 5 പ്രാവശ്യം പറഞ്ഞ ഇക്കിള് മാറും. സാറേ, അതല്ല, ഇക്കിളി എന്ന സിനിമയിലൂടെ ഹിറ്റായ സന്ധ്യയില്ലേ, സന്ധ്യയാണ് ഈ പടത്തിൽ നായികയാക്കിയേക്കുന്നത്. ഇക്കിളി സന്ധ്യയാണ്. ഹലോ സർ, നമസ്കാരം. ഹലോ, ഹായ്. പൂജയ്ക്ക് ഇത്തിരി നേരത്തെ വരണമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. അല്ല സർ, നമ്മൾ ഫസ്റ്റ് സീൻ ഏതാ ഷൂട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോണിൽ വിളിച്ചപ്പോ പറഞ്ഞല്ലോ, സോങ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പിന്നെ ഫൈറ്റ്, പിന്നെ 2 റേപ്പിന്റെ കാര്യം ഞാൻ മാഡത്തിനോട് പറഞ്ഞിരുന്നു. കുഴപ്പമില്ല. അല്ല സർ, കോസ്റ്റ്യൂം ഈ പടത്തിൽ കോസ്റ്റ്യൂം ഇല്ല. കോസ്റ്റ്യൂം ഇല്ലേ? അല്ല, അങ്ങനെയല്ല, ഉള്ള കോസ്റ്റ്യൂം ഇട്ട് അഭിനയിച്ചാൽ മതി. അല്ല സർ, അപ്പൊ ഇത് മതിയോ? നല്ലായിരിക്കോ? ഇത് ഓക്കെയാണ്, ഇതിന് കുഴപ്പമൊന്നുമില്ല. ഹലോ ബേബി, കമാൺ. എടാ, താൻ കൊറേ നേരം വന്നപ്പോ മുതൽ ചൊറിയാൻ തുടങ്ങിയതാണോ? മാഡം പറയാൻ വിട്ടുപോയി, നമ്മുടെ സിനിമയിലെ ഹീറോ ആണോ? അയ്യോ, ഇയാളാണ് ഹീറോ?
എന്റെ സാറേ മലയാള സിനിമ ഇത്ര അങ്ങോട്ട് അതപ്പതിച്ച് പോയോ? അല്ല, പുള്ളിയാണ് പടത്തിന്റെ പ്രൊഡ്യൂസർ പുള്ളിയാണ്. അയ്യോ, പ്രൊഡ്യൂസർ ആയിരുന്ന? അയ്യോ സാറേ, പ്രൊഡ്യൂസർ ആണെന്ന് ഞാൻ അറിഞ്ഞില്ലട്ടാ. കുഴപ്പമില്ല, അറിയാത്തവളെ ചൊറിയുമ്പോ അറിഞ്ഞോളൂ. ഞാൻ ഇതാണല്ലോ, ഞാൻ വേറെ ഒത്തിരി പടത്തിൽ ചെയ്തിട്ടുണ്ട്. സാറോ? ഷോർട്ട് ഫിലിം. അയ്യോ, അത് ഏത് സിനിമ? ഞാൻ കണ്ടു. ഞാനിപ്പോ ലാസ്റ്റ് ചെയ്ത് ഞാൻ ചിമ്പാൻസിക്ക് അബദ്ധത്തിലുണ്ടായ കാട്ടുകുരങ്ങ് എന്ന സിനിമയിൽ ഞാനാണ് നായകൻ. അല്ല, ഇനി കൊരങ്ങാണോ സാർ? എന്താ എനിക്ക് മനസ്സിലായില്ല. വിളിച്ചിട്ട് ജാടയാട്ടെ ഇവിടെ കട്ടി മറ്റേ അതിലെ പിന്നെ പൂജയ്ക്ക് എടുക്കാത്ത പുഷ്പത്തിൽ ഓർമ്മത്തെ പിടിച്ചില്ല. വേണ്ട വേണ്ട, ഇവിടെ ജാടയാട്ടെ. ജാടയല്ല, തമാശ പറഞ്ഞതാ. തമാശ പിന്നെ തമാശ. നമുക്ക് ഡയലോഗ് സീൻ ഒന്ന് എടുക്കാം. ഡയലോഗ് സീൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് അതേ റേപ്പ് സീനും എടുക്കാം. ഞാൻ ആ മൂഡിലല്ല. പക്ഷെ ഞാൻ ആ മൂഡിലാണ്. ആദ്യം ഡാൻസ് പാട്ട് തക്കം കിട്ടിയ റേപ്പ്. ആദ്യം റേപ്പ് തക്കം കിട്ടിയ ഡാൻസ്. ഡയലോഗ് പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യത്തെ സീനാണ്. നായകനാണ് സാർ. അപ്പൊ ഈ നായകന്റെ മുഖത്ത് നോക്കി പറയേണ്ടതാണ്, ചേട്ടാ എന്നെ ചതിച്ചില്ലല്ലോ, ചേട്ടാ ചതിച്ചില്ലല്ലോ. എന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞ് ഈ പുള്ളി പുള്ളിക്ക് അറിയാൻ പാടില്ല. എന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചതിച്ചില്ലേ ചേട്ടാ, ചതിച്ചില്ലേ? അതെ, അതാണ് പറയേണ്ടത്. അപ്പൊ സാറ് പറയേണ്ട ഡയലോഗ്. നീ എന്തൊക്കെയാണ് രജനി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെയാണ് രജനി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രജനിയും മനസ്സിലാകുന്നില്ല. അങ്ങനെ വേണ്ട. ഞാൻ പൂന ഇംപ്രൂവ്മെന്റ് പൂനെയിൽ പഠിച്ചത് അതുകൊണ്ടാ. അപ്പൊ ഓക്കെ മാഡം, ക്യാമറ റോളിംഗ്. സാറേ ടേക്ക് വാ, ആക്ഷൻ. എന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചതിച്ചില്ലേ ചേട്ടാ, എന്നെ ചതിച്ചില്ലേ? ഡയലോഗ് പറ. ഈ കൊച്ചു കയ്യേക്കറി പിടിച്ചപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയിട്ട് സംഭവം പോലും. എന്റെ സന്ധ്യ എന്തിനാണ് കയ്യെ കയറി പിടിച്ചത്? സാറേ, ഞാനൊന്ന് ലൈഫ് ഇട്ടതാണ്. ലൈഫ് ഇട്ട 3 പേരെ വൈഫാക്കിയ ആളാണ്. കുഴപ്പമില്ല, ഇത്തിരി ലൈഫ് ഇട്ടോ. ഈ പൊക്കോമണ്ണൊക്കെ ഉള്ള അല്പപ്രാണിയാണ്, തൊടണ്ട. കൈ പിടിക്കണ്ട. കുഴപ്പമില്ല. സിനിമയിലെ ലൈഫ് നശിപ്പിക്കുന്നത്. എന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചതിച്ചില്ലേ ചേട്ടാ, എന്നെ ചതിച്ചില്ലേ? നീ എന്തൊക്കെയാണ് രജനി പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നുള്ള രജനി എന്തൊക്കെയാണ്? ഇതെവിടെ വെച്ചേക്കണം? എന്ത്? അല്ല, ഈ കീ എവിടെ വെച്ചേക്കണം? അല്ല, എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു പാവകളി കാണിച്ചില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. പാവകളിയല്ല, പിന്നെ പൂന പ്രീമിയം സംഭവം ഇത് കാണിച്ചു. പൂനെയിലെ കാര്യമൊന്നും ഇവിടെ വേണ്ട സാറേ. കൈ വേണ്ട, മുഖത്താണ് എക്സ്പ്രഷൻ വരേണ്ടത്. ഓ, എക്സ്പ്രഷൻ അവിടെ ഇട്ടാ മതി. കൈ വേണ്ട. ഓക്കെ, അത് പറയണ്ടേ, നമുക്കറിയാം. നിങ്ങൾ പറയാതെ കൈ വേണ്ട, കൈ എടുക്കാതെ അഭിനയിച്ചാൽ. കൈ എടുക്കാനുള്ള ശരി. ഓക്കെ ഓക്കെ, റെഡി. അപ്പൊ ഈ കഥാപാത്രത്തിന് കൈയില്ല. കൈയുണ്ട്, പക്ഷെ നമ്മൾ കൈ അധികം എടുക്കാതെ അഭിനയിച്ചാൽ. ഓക്കെ, ആക്ഷൻ. എന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചതിച്ചില്ലേ ചേട്ടാ, എന്നെ ചതിച്ചില്ലേ? നീ എന്തൊക്കെയാണ് രജനി പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല രജനി എന്തൊക്കെയാണ്. സാറേ, ഞാൻ പറഞ്ഞില്ല, കൈ അങ്ങനെ എടുക്കണ്ട, മുഖത്താണ് എക്സ്പ്രഷൻ. സോറി മാഡം, സോറി. ഒറ്റ പ്രാവശ്യം. ഓക്കെ സാർ, മനസ്സിലായില്ലേ? ഓക്കെ, ആക്ഷൻ. എന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചതിച്ചില്ലേ ചേട്ടാ, എന്നെ ചതിച്ചില്ലേ? നീ എന്തൊക്കെയാണ് രജനി പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല രജനി. നീ എന്തൊക്കെയാണ് രജനി പറയുന്നത്? ഇയാൾക്ക് ഡയലോഗ് കൊടുക്കണ്ട. എന്താ ഇനി ഡയലോഗ് കൊടുത്ത ഇയാൾ ഈ തുണിയിലുണ്ട് ഇവിടെ അഭിനയിക്കും. സാറിന് മനസ്സിലായില്ല. കൈ സാർ, ഇത് എന്താണ്? എന്താണ് എന്നോടാണ് ചോദിക്കണത്? എന്താന്ന്? അല്ല, എന്താണെന്ന് ഞാൻ ചോദിക്കാം. സാർ, ഒരു കാര്യം ചെയ്യും, ഇയാളെ ഡയലോഗ് പഠിപ്പിക്കും, എന്നിട്ട് എന്നെ വിളിച്ചാ മതി. ഞാൻ എന്റെ ക്യാരവാനിലുണ്ടാവും. ക്യാരവാനോ? ആ, ഒറ്റ ഡോറിന്റെ ഒരു മെറ്റഡോർ കിടപ്പില്ലേ, അതാണ് അവിടെ ക്യാരവാൻ. അവളിപ്പോ സിനിമ ആടിയല്ലോ, അവക്ക് ക്യാരവാൻ അതാണ്. സാർ ഇങ്ങനെ വന്നേ. ഒരു കയറ് കിട്ടും, തൂങ്ങിച്ചാകാനാണോ? അല്ല, കൈ കെട്ടി ഈ പണ്ടാരം കൈയാണ് കൈ ഇവിടെ പോയി പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണ് ഒരു പണി ചെയ്താല. ആ മെറ്റുകാരനകത്ത് ഞാൻ ആ പുള്ളിയെ വിളിച്ചോണ്ട് ആ റേപ്പ് സീനം എടുത്താൽ. സാർ അവിടെ പോയി നില്ല. സാർ പൂജ കഴിഞ്ഞ ഒരു സീനം എടുക്കാൻ സമ്മതിക്കില്ല. അമ്മാവനില്ല. അമ്മാവനില്ലേ? ഇല്ല. സാറിന്റെ അമ്മാവനാ? എന്റെ അമ്മാവനല്ല, അഭിനയിക്കാമെന്ന് അമ്മാവനെ വിളിക്കണോ? ഓ, അഭിനവ് വന്നിട്ടില്ലേ? വെട്ടിയാണോ സീൻ? ഒരു സീനെങ്കിലും എടുത്തിട്ട് ഒരു ഫുൾ എടുത്ത് അടിക്കാന്ന് വെച്ചാൽ സമ്മതിക്കല്ലേ? അമ്മാവന്റെ മാറ്റിയിട്ട് ഞാൻ വേറൊരു സാധനം എഴുതി ചേർക്കാം. മനോജ്. അല്ല, ഒന്നും മാർക്ക് CK മനോജ്. അയ്യോ, അങ്ങനെ വിളിക്കുക. ഇവിടെ ഞങ്ങൾ സംഭവം ചെയ്തോണ്ടിരിക്കുക സ്ക്രിപ്റ്റ്. പിന്നെ വിളിക്കാം. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. ഒന്ന് പിന്നെ പറയാം, അങ്ങോട്ട് മാറി നിന്ന്. ഗാന്ധാലയത്തിലെ നീ എന്തൊക്കെയാണ് രജനി? എനിക്ക് മനസ്സിലാവണല്ലോ രജനി. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ഇവിടെ വെച്ച് നമുക്ക് ഇവിടെ അങ്ങോട്ട് ഒന്നാനാം കുന്നിന്മേൽ ഓരടി കുന്നിന്മേൽ 1000 കിളി കൂടുകൂട്ടി. അയ്യോ,
എന്നെ തേവര സ്കൂളിൽ ആയി പഠിപ്പിച്ച എന്റെ രാജകുമാര മാഷ്, എന്റെ മലയാളം മാഷ്. എന്നെ തേവര സ്കൂളിൽ ആയി പഠിപ്പിച്ച എന്റെ രാജകുമാര മാഷാണ്. മാഷാണോ? എന്റെ മാഷ്, എന്നെ ആയി പഠിപ്പിച്ച എന്റെ മാഷ്. സാറേ എന്തൊക്കെ എന്നെ തേവര സ്കൂളിൽ ആയി പഠിപ്പിച്ച എന്റെ മാഷാണ് എന്റെ ദൈവം, എന്റെ കാണപ്പെട്ട ദൈവം. എന്റെ മനോജെ, എന്തോ എന്നറിയാൻ വേണ്ടിട്ട് നിനക്ക് ആ പദ്യം കേൾക്കേണ്ടി വന്നല്ലേ? മാഷ് ഒരുപാട് മാറിപ്പോയില്ലേ മാഷെ? ആ പദ്യം നീ മറന്നില്ലല്ലോ. പദ്യം മറന്നില്ല. ഒന്നുകൂടെ ചെല്ലുവല്ല. ഒന്നും വരത്തില്ല. പരിപാടി. ഒന്നാനാം കുന്നിന്മേൽ ഒരടി കുന്നിന്മേൽ ഒരായിരം കിളി കുടുകൂട്ടി കുട്ടി നീളങ്കിളി താമര പൈങ്കിളി താനിരുന്നാടുന്ന പൊന്നോല. ഓൺ സ്റ്റാൻഡ് അപ്പ്. റൈറ്റ് ടേൺ, അബൌട്ട് ടേൺ, ലെഫ്റ്റ് ടേൺ, സിറ്റ് ഡൗൺ. മാഷേ, ഇതെന്താണ് സ്കൂൾ കളിക്കണം? ഞങ്ങ മുട്ടക്കാട്ടം പിള്ളേരായത് മാഷ് ഇപ്പൊ ഇതെന്താ സ്കൂൾ കളിക്കണം? ഞാൻ പണ്ടത്തെ ആ ക്ലാസ് മുറിയിലേക്ക് അറിയാണ്ട് സഞ്ചരിച്ചു പോയി മനോജെ. എന്റെ മാഷ പ്രൊഡ്യൂസർ കിടക്കണം. എനിക്ക് എഴുന്നേക്ക് സാറേ, എന്റെ മാഷാണ് എന്റെ ദൈവം. പഴയ ആ ക്ലാസ് റൂമിലേക്ക് ഒന്ന് സഞ്ചരിച്ചു പോയതാണ്. ഞാൻ പഠിപ്പിച്ച കുട്ടിയാണത്. എന്നെ ആ പഠിപ്പിച്ച എന്റെ ദൈവം. ഞാൻ ഈന്ന് പഠിപ്പിച്ച എന്റെ കുട്ടിയാണത്. മറന്നാ നീ അതൊക്കെ? ഇല്ല, എനിക്കല്ല ഓർമ്മയുണ്ട്. എന്നൊന്ന് പറഞ്ഞേ. ആ ആ ആ ഈ ഈ ഈ ഉ ഉ ഊ ഊ കിറു. ഏതാടാ ഈ ചിമ്പ്രൂട്ട്? പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറാണ്. ഞാനിപ്പോ അതും ഇതും പറഞ്ഞ് നിൽക്കുന്നില്ല. അതെ. ഞാൻ ട്രഷറി പോയിട്ട് പെൻഷൻ മേടിച്ചു വന്ന വഴിയാ. അപ്പൊ പുറത്തൊരു വണ്ടി കിടക്കണുണ്ടോ, ആ വണ്ടിയുടെ പുറത്തൊരു പോസ്റ്ററും കണ്ടു. CK മനോജ് സംവിധാനം ചെയ്യുന്ന സിനിമ. അതെ. അപ്പോഴെനിക്ക് മനസ്സിലായി CK മനോജ് ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലായി. അപ്പൊ നിന്നൊന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്തായാലും ഈ സിനിമ ഒരു 150 ദിവസം ഓടും. എന്റെ ദൈവമാണ്. 150 ദിവസം. എന്റെ നാക്കേ പൊന്നാ, ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. അപ്പോഴേ ഈ സിനിമയിൽ നടന്നാരാണ്? മമ്മൂട്ടിയാണ്? അല്ല. മോഹൻലാൽ? അല്ല. സുരേഷ് ഗോപി? അല്ല. ദിലീപ്? അല്ല. പിന്നെ ആരാണ്? യൂത്ത. യൂത്ത് എന്ന് പറയുമ്പോ ഫഹദ് ഫാസിൽ. അതില് യൂത്ത്. അതാര്? യൂത്ത് അല്ല, പോത്താണ്. എന്താ മോനെ, ഈ 150 എന്ന് പറഞ്ഞതിനകത്ത് ഒരു ദിവസം ഞാനൊരു തിരിച്ചെടുത്തു. 149 ദിവസം ഓടിയാ മതി, കുഴപ്പമില്ല. അതല്ല, ഒരു ദിവസം കഷ്ടിച്ച് ഓടിയാ ഓടി. മാഷേ, 10 മിനിറ്റ് എനിക്ക് ഇവനെ സഹിക്കാൻ പറ്റില്ല. പിന്നെ ആൾക്കാർ എങ്ങനെയാണ് 2.5 മണിക്കൂർ ഇവന്റെ മുഖത്ത് നോക്കിയിരിക്കണത്? അല്ല മാഷ, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ എന്തായാലും ശരി, മാഷിന് വന്നു. ഇനി നിങ്ങളുടെ പണി മുടക്കണ്ട, നടക്കട്ടെ. മാഷ് അങ്ങോട്ട് പോവാം. മാഷ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഓക്കെ ഓക്കെ. അയ്യോ മാഷ, തിരിഞ്ഞു പോയി. മാഷ് അങ്ങ് പോയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. പോലെ ഒരു മിനിറ്റ്. എന്താണോ? എന്താ നമുക്ക് അമ്മാവിന്റെ സിനിമ അങ്ങോട്ട് കൊടുത്താലേ? വളരെ നല്ല കാര്യം. എനിക്ക് കൊടുക്കാവുന്ന ഗുരുദക്ഷിണ. പക്ഷേ ചെറിയൊരു സഹായം വേണം. പൈസ ആണെങ്കിൽ ചോദിക്കാം. അയ്യോ, പൈസ അല്ല. അമ്മാവനായിട്ട് അഭിനയിക്കുന്ന ആൾ വന്നിട്ടില്ല. ഇപ്പൊ ദൈവമായിട്ടാണ് മാഷിനെ എന്റെ സെറ്റിൽ എത്തിച്ചത്. അപ്പൊ അതൊന്നും മാഷ് അഭിനയിക്കണം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ നാടകത്തിൽ അഭിനയിച്ചെന്നും പറഞ്ഞ് അങ്ങനെ ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കാൻ മാഷ അഭിനയിച്ച ഭയങ്കര സന്തോഷം. എന്റെ ഗുരുനാഥനല്ലേ പഠിപ്പിച്ച എന്റെ ദൈവമാണ്. വലിയ വേഷമാണോ? കുഴപ്പമില്ല, ഡയലോഗ് ഉണ്ട്. 2 പേജ് ഡയലോഗ് ഉണ്ടോ? അത് 2 പേജേ സ്ക്രിപ്റ്റ് ഉള്ളൂ. ഡയലോഗ്. അപ്പൊ മാഷെ, ഈ നിൽക്കുന്ന 5 ഫാക്ടറിയുടെ മുതലാ 7 ഫാക്ടറി ചുമ്മാല 2 കോടി. 7 ഫാക്ടറി. 7 ഫാക്ടറിയുടെ മുതലാളി. കഥ പറഞ്ഞ പേരെന്ന് ഫാക്ടറി അല്ല, ഫാറ്റിന്റെ മുതലാളി അവൻ. അയ്യോ, അപ്പൊ ഈ പുള്ളിക്കാരൻ അവിടുന്ന് കുറച്ച് തൊഴിലാളികളെ പിരിച്ചുവിട്ട്. എന്ത് കാര്യത്തിന്? വിളച്ചിലെടുത്ത് ഞാൻ പിരിച്ചു വിടും. അപ്പൊ മുതലാളി ഇതിൽ തൊഴിലാളി നേതാവാണ്. ഞാൻ തൊഴിലാളി നേതാവാണ്. ഈ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാനായിട്ട് എന്ന് പറയുന്നു. അപ്പൊ ചെന്ന് പറയുന്നു, വിക്രമം പിള്ളേ, പിരിച്ചുവിട്ടവരെ എല്ലാവരും തിരിച്ചെടുക്കണം. യെസ്. ഇത് ഞാൻ പറയണം. ഇത് ഞാൻ എങ്ങനെ പറയണം? ഇല്ല, പൊട്ടിത്തെറിച്ച് പറയണം. പൊട്ടിച്ചിരിച്ചിട്ടൊക്കെ മനോജ് എങ്ങനെ ഞാൻ അയ്യോ സാറെ, പൊട്ടിച്ചിരിച്ചല്ല, പൊട്ടിത്തെറിച്ച് ദേഷ്യത്തോട് കൂടി പറയാം. അത് ഞാൻ പറയാം. പിന്നെ ഇതിന്റെ കൂടെ ഞാനൊരു മിസ്റ്റർ ചേർത്താൽ എങ്ങനെ ഉണ്ടാവും? വെരി ഗുഡ്. ചേർക്കാലോ. അപ്പൊ സാർ ഒരു റിഹേഴ്സൽ പോവാം. റിഹേഴ്സൽ വേണ്ട മനോജ്, എനിക്കറിയാലോ. ഓക്കെ അപ്പൊ ഓക്കെ അല്ലേ? സാർ ഓക്കെ അല്ലേ? ടേക്ക് പോവാം. ഓക്കെ പോണേ. ഓക്കെ റെഡി റെഡി. ആക്ഷൻ. മിസ്റ്റർ അക്രമൻ പിള്ളை. വിക്രമൻ. വക്രമൻ. വിക്രമൻ. വക്രമൻ. വിക്രമൻ. വക്രമൻ. വിക്രമൻ. चाय 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 वड़ा चाय अंडा बिरयानी अंडा सब्जी चाय वड़े चाय वड़े चाय कड़िया अंडा बिरयानी. ഇതെന്നെ മിമിക്സ് പരേഡ് കളിക്കണം. ആ ട്രെയിനകത്ത് ഞാൻ ചായ വെക്കും പണ്ടത്തെ പോലെ. ഈ ട്രെയിൻ ഞാൻ എന്താ സാറ്, സാറിന്റെ കാണപ്പെട്ട ദൈവമാണ്. ഇത് എന്റെ ലൊക്കേഷനിൽ സാർ അഭിനയിക്കാൻ വന്നല്ലേ, മിമിക്രി കാണിക്കണം അവിടെ എന്നിട്ട് തെറ്റിപ്പോ എല്ലാവർക്കും. ഒന്നുകൂടെ പോവാം. സീനെടുത്ത് പോവാം സാറേ. ഒന്നുകൂടെ പോവാം. ഓക്കെ, ഡയലോഗ് ഒന്നുകൂടെ പറയണം സാർ. പെട്ടെന്ന് പോട്ടെ. ഓക്കെ. ഓക്കെ.
സാറേ ഓക്കെ ആക്ഷൻ. മിസ്റ്റർ ത്രിവിക്രമൻ പിള്ളേ, നീ എന്താണ് ഇന്നലെ ക്ലാസ് വരാണ്ടിരുന്നത്? നീ എന്താ ക്ലാസ് വരാണ്ടിരുന്നത്? ഈ പനിയും തലവേനൊക്കെ ആയിട്ട് പനിയും തലവേനായിട്ട് ലീവ് ലെറ്റർ കൊണ്ടുവന്നാ? അച്ഛൻ ഗൾഫിലാ. ലീവ് ലെറ്റർ കൊണ്ടുവന്നാ? ഇല്ല. മുട്ടലിടണം, മുട്ടലിടണം നീ. മാഷേ ലീവ് ലെറ്റർ കൊണ്ടുവന്നിട്ടില്ല മനോജ്. ലീവ് ലെറ്റർ കൊണ്ടുവന്ന് നീ മാസ്റ്റർ സ്വഭാവം നിനക്കറിയാലോ. മാഷേ എന്റെ കാണപ്പെട്ട ദൈവമാണ് മാഷെ. എന്നെ ആയി പഠിപ്പിച്ച മാഷാണ്, എന്റെ ദൈവമാണ് മാഷെ. എന്തായി കാണിക്കണം? സ്കൂളല്ല, ഡയലോഗ് പറ മാഷെ. ത്രിവിക്രമൻ പിള്ള പിരിച്ചുവിട്ട തൊഴിലാളി തിരിച്ചെടുക്കണം. ഡയലോഗ് ഒരു കാര്യം ചെയ്യ്, സാറ് എഴുന്നേക്ക് സാറ്. അതെ, ഞാൻ പറഞ്ഞതിനെ പോലെ പറയണ്ട. മാഷെ കൈ നിന്നിട്ട് പറഞ്ഞു. കൈ നിന്നിട്ട് പറയാം. കൈ നിന്നിട്ട്. എന്റെ മനോജ് ഇത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ മാഷ് അങ്ങോട്ട് ചെയ്യുമായിരുന്നല്ലോ. അല്ല, അത് എനിക്ക് പറ്റിയ തെറ്റാണ് സാർ. അപ്പൊ ഒന്ന് കൈ നിന്നിട്ട് ചെയ്ത് പറഞ്ഞ എന്നെ പോലെ ചെയ്യണ്ട. അപ്പൊ സാറേ, സാറ് കൈ നിടുമ്പോ സാർ അതേ കയറി പിടിച്ചോണം. ഓക്കെ ഓക്കെ കൈ നിന്നിട്ട് ഞാൻ പിടിച്ചോളാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അങ്ങോട്ട് കളിച്ച് അങ്ങോട്ട് ചെയ്താൽ ലൈഫാണ്. ഓക്കെ റെഡി? ഓക്കെ ഓക്കെ ആക്ഷൻ. മിസ്റ്റർ ത്രിവിക്രമൻ പിള്ളേ, ഇതെന്നെ കാണിച്ചു സാർ. എന്താ കാണിച്ചത്? കൈ നിന്നിട്ടാ പിടിക്കണോന്ന്. എടാ ഇതാണ് നിന്നോട് കൈ നിടാൻ പറഞ്ഞത്. എടാ ഇതാണ് നിന്നോട് കൈ നിടാൻ ഞാൻ പറഞ്ഞതെന്ന്. പിന്നെ ഞാൻ നിന്നെ പഠിപ്പിച്ച മാഷാണ്. മാഷ് തേവര സ്കൂളിൽ ആയി പഠിപ്പിച്ച മാഷ് ഉണ്ടാണ് എന്നെ പഠിപ്പിച്ചത്. നീ സ്കൂളിൽ വെച്ച് നിമ്മി ടീച്ചർക്ക് ലവ് ലെറ്റർ കൊടുത്തത് ഞാൻ കണ്ട്. എന്നെ എല്ലാ വിഷയത്തിനും പൂജയായിട്ട് എന്നെ തോപ്പിച്ച്. എന്നാ സിനിമയിൽ ഞാൻ ചോദിക്കാന്ന് വെച്ചപ്പോ എന്റെ സെറ്റി വന്ന് മനഃപൂർവ്വം ഇത് പൊളിക്കാമെന്നല്ലോ. നീ മാഷിനെ എടാന്ന് വിളിച്ചല്ലേ? നിന്റെ ഈ സിനിമ 8 നില പൊട്ടാ. 8 നില പൊട്ടി നീ ഗതിയില്ലാണ്ട് നടക്കണം. എന്റെ സിനിമ 100 ദിവസം ഓടും. ഓടും ഓടും. നീയല്ല ഇവൻ ചെവിയിൽ ചെമ്പരത്തി പൂച്ച് തലയ്ക്ക് ഭ്രാന്തായിട്ട് ഇറങ്ങി ഈ സിനിമ കൊളായി പോടാ. അധ്യാപനാണ് പോലും. എന്ത് ചെയ്യാനാണ്? എന്റെ സിനിമ കൊളാക്കാനായിട്ട് ആരാണ്? അയ്യോ, നായനാണെങ്കിൽ തിരുവനന്തപുരത്ത്, വില്ലൻ ബാംഗ്ലൂര്, അമ്മാവനാണെങ്കിൽ പെരുവഴി ഇറങ്ങിപ്പോയി, മുതലാളിയാണെങ്കിൽ ഇവിടെ അണ്ണാൻ പോയ അണ്ടി പോലെ ഇവിടെ നിൽക്കുന്നു. അല്ല, അണ്ണാൻ കോമഡിയാണ് പടം എന്ന് പറഞ്ഞത്, അതുകൊണ്ടാ. പിന്നെ പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യാം. നീ അവിടെ പോയി ആക്ഷൻ പറഞ്ഞാൽ മതി. അമ്മാവനായിട്ട് ഞാൻ അഭിനയിക്കാം. കാരണം നമ്മൾ ഇന്ന് പൂജ കഴിഞ്ഞ് തുടങ്ങിയല്ലേ. മുടക്കണ്ട സാറേ. അല്ലല്ല, അധ്യാപകനെ തല്ലിയെന്നുള്ള ചീത്ത പേര് ദൈവത്തെ ഓർത്ത് എനിക്ക് ഉണ്ടാക്കരുത്. മനോജ്, എനിക്ക് ഭയങ്കര വിഷമായി പോയി. മനോജിന്റെ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ഞാൻ അഭിനയിക്കാണ്ട് പോയപ്പോ എനിക്ക് ഭയങ്കര നാണക്കേട്. ഞാൻ ഡയലോഗ് പഠിച്ചു മനോജ്. സാറ് വെറുതെ പ്രാഗിയതൊക്കെ വെറുതെ ചുമ്മാ. സോറി സാർ, ക്ഷമിക്കട്ടെ. ഞാനും അറിയാതെ പറയാം. സാർ പഠിച്ചു സാറേ. ഓക്കെ, സാർ ഡയലോഗ് പഠിച്ചെന്നാ പറയണം. നടക്കത്തില്ല, ഇത് നടക്കത്തില്ല. പുള്ളി തെറ്റിക്കും. പിന്നെ ഇതെന്നെ പോലെ പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി തെറ്റിക്കും. പൂജ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സീനാണ്, അതുകൊണ്ട് സാർ കാജ് വിട്ടല്ല, കോടീശ്വരാണ്. പക്ഷെ അമ്മ എനിക്ക് ഞാൻ ഡയലോഗ് പഠിച്ചു. ഓക്കേണോ? ഓക്കെ, ഞാൻ പഠിച്ചിട്ടേക്ക് അതായി ചോദിക്കുന്നത്. ഒരു പ്രശ്നമുള്ളത്. ആക്ഷൻ. മിസ്റ്റർ ത്രിവിക്രമൻ പിള്ളേ, ഫാക്ടറിയിൽ നിന്നും പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക. നീ എന്തൊക്കെയാണ് രജനി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെയാണ് നീ എന്തൊക്കെയാണ് രജനി?